ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കൊന്നും അറിയാഞ്ഞിട്ടായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തുടർച്ചയായുള്ള ഒരു വാഗ്വാദം ഉണ്ടാകുന്നത്? അത് തീർച്ചയായിട്ടും ലിസ്റ്റിന് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ലിസ്റ്റിന് ഈ പലപ്പോഴും ഈ സംഘടനാ തലപ്പത്ത് വരുന്ന ആളുകളൊന്നും ബൈലോ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും ഒരു അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി ഉണ്ടായിട്ടോ അല്ല. അവരെല്ലാം അവരുടെ പവറും അല്ലെങ്കിൽ ഒരു കോക്കസിന്റെ ഭാഗമായി നിന്ന് മാത്രമാണ് ഈ അസോസിയേഷന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നത്. അത് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനിപ്പോൾ എത്രയോ കാര്യങ്ങൾ ലിസ്റ്റിനെ പറ്റി പറഞ്ഞു. ലിസ്റ്റിൻ പറയുന്നു, ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങളോട് തന്നെ കുറച്ചു മുമ്പേ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ്, 1 അല്ല 2 അല്ല 3 അല്ല, എല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ലിസ്റ്റിൻ പറയുന്നു. ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി വിട്ടുപോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ലിസ്റ്റിനെതിരെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി വിട്ടു പോകാൻ തയ്യാറാവുമോ? അതാണ് ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്നത്. അത് കാര്യം ഞാൻ പറഞ്ഞേക്കുന്നത് എല്ലാം വാസ്തവമുള്ള കാര്യങ്ങളാണ്, എല്ലാത്തിനും കൃത്യമായ തെളിവുകളുള്ള കാര്യങ്ങളാണ്. ലിസ്റ്റിനോട് എനിക്ക് പേഴ്സണലി ഒരു വൈരാഗ്യവും ഇല്ല, ലിസ്റ്റിൻ എന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വൈരാഗ്യവും ഇല്ല. പക്ഷേ നമ്മൾ മറ്റു നിർമ്മാതാക്കളെയും എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അതിനെ ചൂണ്ടിക്കാണിച്ചത്. അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ കൊച്ചു കൊച്ചു നിർമ്മാതാക്കൾ ഇല്ലാതാവുന്നത് വഴി സിനിമകൾ ഇല്ലാണ്ടാവുകയാണ്. അവിടെ പിന്നീട് അതായത് വലിയ സിനിമകൾ മാത്രം പോരല്ലോ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കാൻ. ഇവിടെ ചെറിയ ചെറിയ സിനിമകളും വേണം. എത്രയോ ആൾക്കാർ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചു നിൽക്കുന്നു, എത്രയോ ടെക്നീഷ്യൻസ്, അവർക്കൊന്നും അവസരങ്ങൾ ഇല്ലാണ്ടാവുകയാണ്. ഒരു 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 വ്യവസായത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ലിസ്റ്റിൻ പെരുമാറുന്നത്. ഞാൻ ഇപ്പൊ ലിസ്റ്റിൻ എന്റെ നേർക്ക് പറഞ്ഞ് ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ ഇലക്ഷന് മത്സരിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ലിസ്റ്റിൻ ഇപ്പൊ ശ്വേത ചേച്ചിക്കെതിരെ മറ്റേ കേസ് കൊടുത്തതുപോലെ തന്നെ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് വന്നു. അപ്പം ഇതെല്ലാം രീതികളെല്ലാം ഒന്നാണ്. അപ്പൊ ഇതെല്ലാം ഒരേ സോഴ്സിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുമല്ലോ. എല്ലാ രീതികളും ഒന്നാണ്. അപ്പൊ ഈ ഡിഫമേഷൻ കേസ് എന്തിനാണ് എനിക്ക് നേരെ വന്നത്? ഞാൻ പറഞ്ഞത് ലിസ്റ്റിൻ വട്ടിപ്പലിശക്കാരനാണെന്നാണ്. അത് ലിസ്റ്റിൻ തന്നെ സകല മാധ്യമങ്ങളോടും നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലിസ്റ്റിൻ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെ, ഞാൻ വട്ടിപ്പലിശക്കാരനാണ്, അതിനിപ്പോൾ എന്താണ് എന്നാണ് ലിസ്റ്റിൻ ചോദിച്ചത്, അല്ലേ? അത് ഇതിനകത്ത് ഞാൻ എന്താണ് പറയേണ്ടത്? അതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമെങ്കിലും ലിസ്റ്റിന് നുണയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടം വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ്. സാൻഡ്ര ഒരു വനിതയായതുകൊണ്ടാണ് ആ ഘട്ടത്തിലൊന്നും മറുപടി നൽകാത്തത് എന്നാണ് ലിസ്റ്റിൻ പറഞ്ഞത്. മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് മറുപടി പറയാൻ ഇപ്പൊ തന്നെ ലിസ്റ്റിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ലിസ്റ്റിൻ തന്നെ അങ്ങോട്ട് ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ഫേമുള്ളവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല എന്ന് പറയുന്നു, പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ളവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഉള്ള ആർക്കും മത്സരിക്കാൻ പറ്റില്ല. എത്ര പേര് അവിടെ പ്രൊപ്പറേറ്റർഷിപ്പിലുള്ളത്? അപ്പൊ ഇതൊന്നും ഒരു അറിവുമില്ലാതെ പറയുന്നതിൽ ഒരു വ്യക്തതയില്ലാതെ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ലിസ്റ്റിൻ പറയുന്നത്. കുറച്ച് സിനിമകൾ എടുത്തതുകൊണ്ട് മാത്രം ഒരു അസോസിയേഷനെ കൊണ്ട് നടത്താനായിട്ട് സാധിക്കത്തില്ല. മമ്മൂട്ടിയുടെ പേര് അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു എന്ന് ലിസ്റ്റിൻ ആരോപിച്ചു. അതുപോലെ തന്നെ സിനിമകളിൽ നിന്ന് ആളുകൾ പിന്മാറുന്നത് അവരുടെ ഇഷ്ടപ്രകാരം ഇതിന് മുൻപും സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ എന്തിനാണ് ഇത്രമാത്രം വലുതാക്കി സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നാണ് ലിസ്റ്റിൻ ചോദിക്കുന്നത്. അപ്പൊ ലിസ്റ്റിനാണ് ആവശ്യമില്ലാതെ ഇപ്പം മമ്മൂക്കയുടെ പേര് അതിലേക്ക് വലിച്ചഴച്ച് ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് നല്ല വ്യക്തതയോടും നല്ല ബോധ്യത്തോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു മാധ്യമ പ്രവർത്തകൻ എൻ്റെ അടുത്ത് മമ്മൂക്കയും ലാലേട്ടനും ഇതിനകത്ത് പ്രതികരിച്ചിരുന്നോ എന്ന് ചോദിച്ചവിടുത്ത് ഞാൻ അവിടെ കള്ളം പറഞ്ഞില്ല, എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. അത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഈ പ്രശ്നം, അതായത് എനിക്ക് ഇപ്പൊ പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോകരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട്. അതല്ല അതിന്റെ വാസ്തവം. അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ SIT കേസെടുത്ത് 4 പേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട്. അതിന്റെ പേരിലാണ് കേസുമായിട്ട് പോകരുത് എന്ന് പറഞ്ഞ് വിളിച്ചത്. മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ ആൻഡോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല. അപ്പോഴാണ് അവർ മമ്മൂക്കയെ
സമീപിക്കുന്നതും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും. പക്ഷെ എനിക്കിങ്ങനൊരു എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു, ഇനി സാൻഡ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇത് പിന്നീട് നിങ്ങൾ അന്നത്തെ ഒരു ഇതിന് ശേഷം പല മാധ്യമപ്രവർത്തകരും എന്നോട് വന്ന് ചോദിച്ചപ്പോഴെല്ലാം ഞാൻ ഇനി അതിൽ പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ലിസ്റ്റിൽ തന്നെ അത് വലിച്ചിട്ടത് കൊണ്ടാണ്. മാത്രമല്ല ഇപ്പം ഒരുപാട് സൈബർ അറ്റാക്ക് എനിക്ക് നേരെ നടക്കുന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതെല്ലാം ഇന്ന് വരെയും എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, നടന്ന കാര്യങ്ങളാണ്. അപ്പം പിന്നെ മമ്മൂക്കയെ സത്യം പറഞ്ഞാൽ ഇതിലേക്ക് വലിച്ചഴിക്കാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ചോദ്യം ചോദിച്ചതിന് സാന്ദ്രയുടെ പ്രതികരണമാണ് കേട്ടത്.